സഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം. വചനം ഇപ്രകാരം പറയാണ്: നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഫാനി 3:15 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം ഇതാണ്: നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ നൈറ്റ് വിജയൽ രാത്രിയിൽ അനേകരുടെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ ഈ വചനം ഒരു അഭിഷേകമായി ഇറങ്ങാൻ പോകുകയാണ്. കാരണം ചില തടസ്സങ്ങൾ, മുമ്പോട്ട് പോകാനുള്ള ചില പ്രതിസന്ധികൾ ഒക്കെ തടഞ്ഞു നിൽക്കുന്ന ജീവിതങ്ങളുണ്ടാകാം, കുടുംബങ്ങളുണ്ടാകാം, ബിസിനസ് മേഖലയിലുണ്ടാകാം, മക്കളുടെ ഭാവി ജീവിതത്തിൻ്റെ മേലുണ്ടാകാം. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവം, നമ്മെ കരുതുന്ന കർത്താവ് പറയാണ്: നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. വലതുരുത് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം കരുണയുടെ ദൈവമാണ്. നമ്മുടെ ദൈവം കരുണയുടെ ദൈവമാണ്. നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് പറയാം. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള സാഹചര്യങ്ങളെ ഓർത്ത് നമ്മൾ വിഷമിക്കുകയോ തളർന്നു പോകുകയോ ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ നാളുകളിൽ ഷാലോം നൈറ്റ് വിജയ് ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേകരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ കാല നൈറ്റ് വില്ലൊക്കെ നമ്മളത് സാക്ഷ്യങ്ങളൊക്കെ വായിച്ച് ദൈവത്തിന് നന്ദി പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇത് എഴുതിയിരിക്കുന്നത് മറിയക്കുട്ടി ജോൺ, കോട്ടയത്ത് നിന്ന് ഒരു വല്യമ്മയാണ്. തൻ്റെ കൊച്ചുമകളുടെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവിക ഇടപെടലിനെ സാക്ഷ്യപ്പെടുത്തുക. എൻ്റെ കൊച്ചുമകളുടെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ന്യൂസിലാൻഡിലുള്ള എൻ്റെ മകൻ്റെ 16 വയസ്സുള്ള ഏകമകൾ നാട്ടിൽ വന്ന് അവധി കഴിഞ്ഞ് അവർ തിരിച്ചുപോയി. അവൾക്ക് വിളർച്ചയുണ്ട്, രക്തം പരിശോധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ രക്തത്തിൽ മന്ദരോഗത്തിൻ്റെ അണുക്കളുണ്ടെന്നും ഈ രോഗം ന്യൂസിലാൻഡിൽ ഇല്ലാത്തതുകൊണ്ട് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു. എന്താണ് വിഷയം? ഈ കൊച്ചിന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലഡിൽ മന്ദരോഗത്തിൻ്റെ അണുക്കൾ. അപ്പോൾ ന്യൂസിലാൻഡുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു രോഗം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ മെഡിസിനോ ട്രീറ്റ്മെൻറ്റോ ഒന്നും അവർക്ക് നിശ്ചയമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ചികിത്സ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ വളരെയധികം വേദനയുണ്ടായി. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഓഗസ്റ്റിലെ നൈറ്റ് വിജിലിൽ ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. നൈറ്റ് വിജിൽ കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് വളരെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതും തമ്പുരാൻ ഏറ്റെടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ദൈവത്തിൻ്റെ സംരക്ഷണവും അത്ഭുതവും സംഭവിച്ചു. അടുത്ത ടെസ്റ്റിൽ മന്ദരോഗമില്ലെന്നും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞു. ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. കരങ്ങളടിച്ച് കർത്താവിനൊന്ന് നന്ദി പറയാമോ? ശക്തമായിട്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കൊന്ന് നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം എത്രയോ വലിയവനാ, എത്രയോ സർവശക്തനാ. കാരണം വളരെ വിശദമായ പഠനങ്ങൾക്കും റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ഈ കുട്ടിക്ക് മന്ദരോഗമാണെന്ന് വൈദ്യശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുക. അങ്ങനെ മനം തകർന്ന് ഈ വിവരം നാട്ടിലറിഞ്ഞ വല്യമ്മ ഈ കുഞ്ഞിനു വേണ്ടി നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുക. ദൈവത്തിൻ്റെ ശക്തി അവിടെ കടന്നു വരിക. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം നമ്മൾ ശ്രവിക്കുമ്പോൾ ഓർക്കണമേ, ഒരുപക്ഷെ നാളുകളായിട്ട് ചില രോഗത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം ഞാനും നിങ്ങളും നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ പലരും കടന്നു പോകുക. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ: അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. യെശയ്യാവ് അവനെ കുറിച്ച് പ്രവചിച്ചത് അങ്ങനെ യാഥാർത്ഥ്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ബലഹീനതകൾ ഏറ്റെടുക്കുന്നവനും രോഗങ്ങൾ വഹിക്കുന്നവനുമാണ്. അവന്റെ ജനനത്തിന്റെ നൂറ്റാണ്ടുകളുടെ പിറകിൽ യെശയ്യാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തിന് വെളിപ്പെടുത്തി. ഇതാ രക്ഷകന്റെ ഒരു അടയാളം, ഇതാ അവൻ ബലഹീനതകൾ ഏറ്റെടുക്കുന്നു, അവൻ രോഗങ്ങൾ വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ പരിധികളുടെ അപ്പുറത്തേക്ക് ദൈവം പ്രവർത്തിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം
അവനെ തൊടുന്നവരെയും അവൻ തൊട്ടവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധി നമുക്ക് വീണ്ടും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നാം ആരാധിക്കുന്ന അവനെയാണ്, ജീവിക്കുന്ന ദൈവത്തെ, ജീവനുള്ള കർത്താവിനെ, ഇന്നും ജീവിക്കുന്നവനെ, ഇന്നും നമ്മുടെ ഇടയിൽ ഇറങ്ങി വരുന്നവനെ. അവന്റെ സന്നിധി രണ്ട് കരമൊന്ന് ഉയർത്തുക. അവന്റെ സന്നിധി രണ്ട് കരമുയർത്തി നമുക്കൊന്ന് ചേർന്ന് യേശുവിനെ ഒന്ന് ആരാധിക്കാം. യേശുവിനെ ആരാധിക്കുക. നിന്റെ വിശ്വാസം ഉണരേണ്ട സമയമായില്ലേ പ്രിയ ദൈവ വൈദ്യരെ, നിന്റെ വിശ്വാസം ഉണരേണ്ട സമയമാണ്. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്ന സമയമാണ്. ദൈവം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആരാധിക്കുക, ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, രണ്ട് കരമുയർത്തി വിളിക്കുന്നു ഈശോയെ. എല്ലാ രോഗികളും കരഞ്ഞു പ്രാർത്ഥിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബങ്ങളെ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി കണ്ണീരോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുവേ, 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 നീ ഞങ്ങളുടെ ബലഹീനതകൾ ഏറ്റെടുക്കണമേ, നീ ഞങ്ങളുടെ രോഗങ്ങൾ വഹിക്കണമേ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ദേഹമെല്ലാം ക്ഷയിച്ചാലും, രോഗിയായി ഞാൻ തളർന്നാലും, ദേഹമെല്ലാം ക്ഷയിച്ചാലും, ആണികളാൽ മുറിവേറ്റ പാണികളാൽ സുഖമേകോ. അവന്റെ മുറിവേറ്റ കരം, ഈ രാത്രിയിൽ ആ കരം നമുക്ക് വേണ്ടി നീളുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹ് എന്ന ദൈവം കൂടെയുണ്ട്. പരസ്പരം നോക്കി ഒന്ന് പാടാമോ? സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹ് എന്ന ദൈവം, യാഹ് എന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹ് എന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കരമുയർത്തി കരമടിച്ച്, മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. കരമുയർത്തി ഒരിക്കൽ കൂടി ആരാധിക്കാം. വലിയവനാം ദൈവമേ, ഞങ്ങൾ ആരാധിച്ചു വണങ്ങിടുന്നു. 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 വലിയവനാം ദൈവമേ, ഞങ്ങൾ ആരാധിച്ചു
ആരാധിച്ചു വണങ്ങിടുന്നു, ഞങ്ങൾ ആരാധിച്ചു വണങ്ങിടുന്നു, ഞങ്ങൾ ആരാധിച്ചു വണങ്ങിടുന്നു. സർവശക്തനായ ദൈവമേ, നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധമായ നാമം യേശു, ആ നാമം വാഴ്ത്തപ്പെടട്ടെ. ലോകമെങ്ങും സക്കരാരികളിൽ വസിക്കുന്ന ഇന്നും ജീവിക്കുന്നവനായ യേശു, അതേ ശാലോം നൈറ്റ് വിജയിലൂടെ തന്റെ അപരിമേയമായ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയുന്ന നാഥനെ നമുക്ക് ആരാധിക്കാം. ഈ രാത്രി നമുക്ക് എത്രമാത്രം ആരാധിക്കാമോ അത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ശാന്തമായി നമുക്ക് ഇരിക്കാം. ശാന്തമായി ഇരുന്നു കൊണ്ട് ആ പരിശുദ്ധമായ നാമത്തിന്റെ മുമ്പില് നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ ഒന്ന് തുറന്നു വെക്കാം. കർത്താവിന്റെ വചനം നമ്മോട് ഈ രാത്രിയിൽ പറയുകയാണ്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുവിൻ, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രിയരെ, ഈ രാത്രിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഒരു അവസരമാണല്ലോ ഈ ആരാധന. അതുകൊണ്ട് സ്വസ്ഥാനങ്ങളിൽ ശാന്തതയോടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അല്പസമയത്തേക്ക് മറന്നുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് യേശുവിൻ്റെ നാമത്തെ വിളിക്കാം. ആ മഹോന്നത നാമം കർത്താവിന് ആരാധനകൾ അർപ്പിക്കാം. കണ്ണുകളടച്ച് ഹൃദയമെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് തുറന്നു പിടിക്കാം. എൻ്റെ യേശുവേ, പല വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു. പല ജീവിത പ്രശ്നങ്ങളും ഈ കൊറോണയുടെ നാളുകളിൽ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടു. എന്നാൽ നിന്റെ അപരിമയമായ സ്നേഹം അതിനേക്കാൾ കൂടുതൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളെ ഒന്ന് കണ്ണുകളടച്ച് ഓർക്കാമോ? പരിശുദ്ധാത്മാവ് ഇതാ തന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയാണ്. ഈശോ, നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന അപ്പാ, നമുക്ക് ഹല്ലേലൂയ പാടി ഈശോയെ ആരാധിക്കാം. നമ്മുടെ രക്ഷകനായ പ്രതിസന്ധികൾ തകർന്നു പോകുമായിരുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ കൈക്ക് പിടിച്ച് നടത്തിയ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആടികൂടാതെ യേശുവേ, നമ്മളൊപ്പമല്ല, മാലാഖമാരുണ്ട്. നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. യേശുവിൻ നാമത്തിനാരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ. പാടുന്നു ഞാൻ അങ്ങേക്കാരാധന. യേശുവിൻ നാമത്തിനാരാധന, പാടാമോ? രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ. പാടുന്നു ഞാൻ ആത്മാവിൽ. ആരാധന. കരങ്ങളൊന്ന് വീശാമോ? ഹൃദയം കൊണ്ട്
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ ഈശോയുടെ പക്കലേക്ക് ഉയർത്തുന്ന സ്വതന്ത്രമായി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എൻ്റെ യേശുവേ. മടി കൂടാതെ ആരാധിക്കാമോ? സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാമോ? ആരാധിക്കുന്നു മക്കൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു മക്കൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു മക്കൾ ആരാധിക്കുന്നു അല്പം കൂടെ സന്തോഷത്തോടെ ആരാധിക്കുന്നു മക്കൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു മക്കൾ ആരാധിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ ഒന്ന് പാടാമോ? ആരാധിക്കുന്നു പാടാമോ? മക്കൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ കൂടെ ചേരാമോ? ആരാധിക്കുന്നു മക്കൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു മക്കൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു മക്കൾ ആരാധിക്കുന്നു. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ സത്യമായും പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ അടഞ്ഞ വഴിയെ നോക്കി അസ്വസ്ഥപ്പെടണ്ട. ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ നടന്നു പോകരുതേ. വീഴാതെ നിന്നും നമ്മെ കാക്കുന്ന ദൈവം. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ. പന്ത്രണ്ട് കരങ്ങൾ, കരുണ നിറഞ്ഞ കരങ്ങൾ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ. ദുഃഖങ്ങളിൽ കൈവിടാത്തവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ. ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? വീഴാതെ പ്രിയരെ, എന്നും നമ്മളെ തള്ളാത്തവ ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? പാടാമോ? കണ്ണുകളടച്ച് ആത്മാവിൽ പാടാം. നിന്റെ പൊന്നു മക്കൾ ആരാധിക്കുന്നപ്പ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ അങ്ങ് ആരാധിക്കുന്നപ്പ കാണണമേ. ആരാധിക്കാമോ? എല്ലാവരും ചേർന്ന് അവനെ പോലല്ലാതെ രാജാതിരാജനായ ദൈവം എന്നെയും നിന്നെയും അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മുടെ മുഖം കണ്ട ദൈവം, അവനെ പോലൊരു മറ്റൊരു ദൈവം പ്രിയരേ ഇല്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിലേക്ക് നോക്കി നെടുവേർപ്പെടരുതേ. ഈ രാത്രിയിൽ ആ കർത്താവിനെ ആരാധിക്കാമോ? നീയാണ് എന്റെ രാജാവ്, നീയാണ് എന്റെ പിതാവ്, നീയാണ് എന്റെ രക്ഷിതാവ്. ഓ ദൈവമേ, അവിടുത്തെ കാരുണ്യം നിറഞ്ഞ കരങ്ങൾ ഈ രാത്രി എന്റെ മേലൊന്ന് നീട്ടണമേ. ആഗ്രഹത്തോടെ പ്രിയരെ രാത്രി മടി കൂടാതെ ആരാധിക്കാം. ആ പ്രിയനായ ആരാധിക്കാം. അങ്ങേക്ക് തുല്യനായ ആരുമില്ല, സത്യമല്ലേ? നീയല്ലാതെ വേറെ ദൈവമില്ല. ഒന്നുകൂടെ പാടാമോ? അങ്ങേക്ക് തുല്യനായി ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടും നീയാണെൻ ദൈവമേ,
എൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പിതാവേ. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ. ആരാധിക്കാം. നീയാണെൻ ദൈവമേ, എൻ പിതാവേ. കരങ്ങൾ വീശി. കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ നാവിനെ വിട്ടുകൊടുത്ത് പരിസരം മറക്കുക. ആന്തരിക നേത്രങ്ങൾ തുറന്ന് രാജാതിരാജാവിനെ കണ്ട് ആവർത്തിച്ച് ദൈവ സാന്നിധ്യം. ആത്മാവിന്റെ ഭാഷയിലൊന്ന് ആരാധിക്കാമോ? ആത്മാവിന്റെ ഭാഷയിലൊന്ന് ആരാധിക്കാമോ? നാവിനെ വിട്ടുകൊടുത്ത് ആരാധിക്കാം. ഭാഷാപരത്തിൽ കർത്താവിന്റെ മുഖം കണ്ടെന്ന് ആരാധിക്കാമോ? ദൈവമഹത്വം ഞങ്ങൾ കാണുന്നപ്പോ സ്തുതിക്കാമോ? സ്തുതിക്കാമോ? കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? നിന്റെ മഹത്വം ഈ ആലയം മുഴുവൻ നിറയട്ടെ യേശു. നിന്റെ സാന്നിധ്യം നിറയട്ടെ. നിന്റെ ശക്തി വെളിപ്പെടട്ടെ. യേശു നാമ ശക്തി വെളിപ്പെടട്ടെ. സാന്നിധ്യം വെളിപ്പെടട്ടെ. മഹത്വം നഗ്ന നേത്രങ്ങളിൽ ദൈവിക മഹത്വം ദർശിക്കുവാൻ അങ്ങടെ വരുത്തണമേ. ഈ ആരാധനയിൽ അങ്ങടെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാം. സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാം. Glory upon. Glory. ദൈവ തേജസ്സ് ഞങ്ങൾ കാണുന്നു. അപ്പോ അവിടുന്നാണല്ലോ ഞങ്ങളുടെ നേതാവ്. അവിടുന്നാണല്ലോ എൻ്റെ അപ്പൻ. പിതാവേ, ആരാധിക്കുന്നു യേശു. സ്വർഗീയ അപ്പച്ചാ, ജീവിതം സമർപ്പിച്ച് ആരാധിക്കുന്നു. മക്കളെ അങ്ങ് ആരാധിക്കണം. നിങ്ങളെ വിട്ടുതന്ന് ആരാധിക്കുന്നു. ഇങ്ങനെ ഭാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നിലുണ്ട്. അതെല്ലാം മറന്ന് ഞങ്ങൾ അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. ആരാധനയിൽ ഒളിഞ്ഞിരിക്കുന്ന അഭിഷേകം ഈ ജനത്തിന് മേൽ അഭിഷേകമായി പരിവർത്തിക്കട്ടെ. ഹല്ലേലൂയ. മണി കൂടാതെ ആരാധിക്കാമോ? മണി കൂടാതെ പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ ആരാധിക്കാമോ? മക്കളെ ആരാധിക്കാം. ദൈവമക്കളെ യേശുവിനെ വിളിക്കാം. രാജാതിരാജനെ പുകഴ്ത്തിയിടാം. ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കാം. പുകഴ്ത്തിയിടാം. യേശു രാജാവിനെ പുകഴ്ത്തിയിടാം. അവനെല്ലാ സ്തുതികൾക്കും ഉപരിയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലിന്റെ കുടുംബങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹം ഇറങ്ങുന്നു. പ്രശ്നങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹം ഇറങ്ങുന്നു. ആരാധിക മക്കളെ സ്വാതന്ത്ര്യത്തോടെ മണി
ഒന്നുകൂടി ഉയർത്താമോ? കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് ഈശോ. എല്ലാവരും ആരാധിക്കുക. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ പുകഴ്ത്താം. അവൻ മഹോന്നതനാണ്, രാജാധിരാജനാണ്, സ്തുതികളിൽ വസിക്കുന്നവനാണ്, ഉന്നതനാണ്. ആരാധിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി അതരം തുറന്ന് യേശുവെ വിളിക്കുന്നു. ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കണമേ, കെട്ടുകൾ അഴിക്കണമേ. സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, വിമോചക യേശുവേ. ഈശോ എന്ന് വിളിച്ച് എന്റെ ഈശോ എന്ന് ഉള്ളിൽ തട്ടിയെന്ന് പറഞ്ഞേ പ്രിയനെ. ഈശോ, എന്റെ ഈശോ എന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് എന്റെ ഈശോ, എന്റെ ഈശോ എന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞ് അല്പം കൂടെ ഒന്ന് സ്വരമേർത്തി എന്റെ ഈശോ എന്ന് വിളിച്ച് എന്റെ ഈശോ, എന്റെ ഈശോ. നീ തൊടണമേ കർത്താവേ, നീ തൊടണമേ. കൈകളടിക്കാമോ? ഈശോയേ, 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 ചേർന്ന് പഠിക്കുക. ഈശോയേ, 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 ഉള്ള തുറന്ന് പാടി. ഈശോയേ, ഈശോയേ, ഈശോയേ. ആ മധുരനാമത്തെ ബോധ്യത്തോടെ പാടിയേ. ഈശോയേ, ഈശോയേ, മാധുര്യമുള്ള നാമം, ഈശോയേ, മഹോന്നതനാമം, സൗഖ്യനാമം. ഈശോയേ, 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 മഹത്വത്തിന്റെ രാജാവ് യേശു. ഈശോയേ, 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 ഈശോയേ. Glory. ഈശോയേ, ആരാധന അർപ്പിക്കാം. ഈശോയേ, 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 ഈശോയേ. യേശുവേ അങ്ങേക്ക് ആരാധന, 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 യേശുവേ അങ്ങേക്ക് ഈശോയ്ക്ക് ആരാധന, വിട്ടുകൊടുത്ത് എല്ലാവരും യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന, അഭിഷേകം ഏറ്റെടുത്ത് യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. അങ്ങു മാത്രം സർവശക്തൻ, അങ്ങു മാത്രം സർവാധിപൻ, അതെ, സത്യമായി. അങ്ങു മാത്രം സർവശക്തൻ, അങ്ങു മാത്രം സർവാധിപൻ. യേശുവേ, യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന, സന്തോഷത്തോടെ പാടിയേ. യേശുവേ അങ്ങേക്ക് ആരാധന, 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 യേശുവേ അങ്ങേക്ക് ആരാധന. വിക്കനാം മോശയെ പോൽ ഭയന്നിടുമ്പോൾ
കൂട്ടിനായ അഹറോനെ ദൈവം നൽകിയിടും. വിക്കനാം മോശെപ്പോൾ ഭയന്നിടുമ്പോൾ കൂട്ടിനായ അഹരോനെ ദൈവം നൽകിയിടും. വിക്കനാം മോശെപ്പോൾ ഭയന്നിടുമ്പോൾ കൂട്ടിനായ അഹറോനെ ദൈവം നൽകിയിടും. വിക്കനാം മോശെപ്പോൾ ഭയന്നിടുമ്പോൾ കൂട്ടിനായ അഹരോനെ ദൈവം നൽകിയിടും. സർവശക്തൻ ദൈവം നയിച്ചിടുമേ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. സർവശക്തൻ ദൈവം നയിച്ചിടുമേ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കരമുയർത്തിയടിച്ച് യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന, ആത്മാവിൽ ഐക്യപ്പെട്ട് യേശുവേ അങ്ങേക്ക് ആരാധന, ആത്മാവിന്റെ ഫ്രീഡത്തിൽ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക, ആത്മാവിൽ ആരാധിക്കുക. യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. അങ്ങ് മാത്രം സർവശക്തൻ, അങ്ങ് മാത്രം സർവാധിപൻ, അങ്ങ് മാത്രം സർവശക്തൻ, അങ്ങ് മാത്രം സർവാധിപൻ. യേശുവേ യേശുവേ അങ്ങേക്ക് ആരാധന, 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 യേശുവേ അങ്ങേക്ക് ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിക്കാം. യേശുവേ, ആരാധന. അത്ഭുതങ്ങളുടെ നാമമേ, മഹത്വത്തിന്റെ രാജാവേ, നിന്നെ ആരാധിക്കുന്നു. വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവനും അത്ഭുതങ്ങളും അടയാളങ്ങളും തന്റെ ജനത്തിന്റെ മേൽ വാരി വിതറുന്ന സർവശക്തനെ, രോഗപീഠകളെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ ഈരടികളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിക്കാമോ? ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും എല്ലാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന സമയം. യേശുവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് തന്നെ നിറയ്ക്കണമേ. അങ്ങനെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് തന്നെ ഈ അവസരം നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം കൂടെ ഒന്ന് സ്തുതിക്കാമോ? അല്പസമയം കൂടെ ഒന്ന് സ്തുതിക്കാമോ? കണ്ണുകളടച്ച് ഹൃദയം കൊണ്ട് ചേർന്ന് ഈശോ അല്പം കൂടെ ഹൃദയ സ്നേഹത്തോടെ ദൈവത്തിന് നന്ദി പറയും. നിന്നെ വാരിപ്പുണർന്നുന്ന, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന എന്റെ സാന്നിധ്യം അനുഭവിക്കുക. ഓ, പരിശുദ്ധാത്മാവ് നിന്നെ മുട്ടിയൊരുമി നൽകില്ലേ? ശിവന്റെ ചങ്ക വളർത്തുന്ന സ്നേഹം നിന്നെ വാരിപ്പുണരുന്നില്ലേ? നിന്നെ സുഖപ്പെടുത്തുന്നില്ലേ? നിന്റെ ശരീരത്തിന്റെ മേൽ ശക്തിയായി അവൻ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവശക്തി കടന്നു വരുന്നു, ദൈവശക്തി കടന്നു വരുന്നു, ദൈവശക്തി കടന്നു വരുന്നു. അനേകർ ദൈവത്തിന്റെ ശക്തി കൊണ്ട് പൂരിതരാകുന്നു. ഹൃദയം കൊടുക്കണമേ. നന്ദി പറയും, നന്ദി പറയും. നന്ദി പറയുക കർത്താവേ, നന്ദി പറയുന്നു. അപ്പാ,
അപ്പാ നന്ദി പറയുന്നു, നന്ദി പറയുന്നപ്പാ. ഓ പുത്രന്റെ സ്നേഹം ഞങ്ങളെ വാരി വിതറുന്നുണ്ട് ദൈവമേ. പരിശുദ്ധാത്മാവേ നന്ദി പറയുക, നന്ദി പറയുക. ജീവിതം സമർപ്പിക്കുക, ഒന്നും കയ്യിൽ പിടിക്കാതെ മുഴുവനായി നിന്റെ ദൈവത്തിന് സമർപ്പിക്കുക. സമർപ്പിച്ചതിൻ്റെ മേൽ അവിടെ അഗ്നി ഇറക്കും. ബലിപീഠത്തിൽ സമർപ്പിച്ച ബലിവസ്തുക്കളുടെ മേൽ അഗ്നി അയക്കുന്ന കർത്താവ്. ഈശോയെ നന്ദി പറഞ്ഞു ജീവിതം സമർപ്പിക്കുക. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോ ഹല്ലേലൂയ, നന്ദി, ഈശോ നന്ദി, ഈശോയെ നന്ദി.